ഹായ്, ക്ലബ് ഹൗസ് എന്ന മീഡിയത്തിൽ ഞാനൊരു 2 ഇയേഴ്സോളം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2 ഇയേഴ്സോളം ഞാൻ മനസ്സിലാക്കിയ കുറേയധികം കാര്യങ്ങളുണ്ട്. സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഒത്തിരി പേരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ക്ലബ് ഹൗസ് മൂലം സാധിക്കുന്നുണ്ട് എക്സ് മുസ്ലിം എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ എച്ചിലുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ ഉദ്ദേശം. ഈ വീഡിയോയിൽ കാണുന്ന ഒരു വൃത്തികെട്ടവൻ പറയുന്ന ഒരു കളവ്, അതൊന്ന് BGM ഒക്കെ ഇട്ട് പുള്ളിക്കാരൻ ഒരു കളവ് പറഞ്ഞിരിക്കുകയാണ്, അതൊന്ന് പൊളിച്ചെഴുതണമെന്ന് തോന്നി. നമുക്കതൊന്ന് കേൾക്കാം. പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ഞാൻ നിങ്ങളെ വെല്ലുവിളിയാണ്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ റെഫറൻസ് സഹിതം നിങ്ങൾ പരിശോധിച്ചു നോക്കി തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിക്കുമോ? വെള്ളപൂശുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾക്ക് വിലയിരുത്താം. ഖുർആൻ 11:1 This is a book whose verses are well perfected and then fully explained. It is from the one who is all wise and all aware. അതായത് ഖുർആൻ എന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയ, എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ്. എല്ലാം അറിയുന്ന, എല്ലാത്തിലും ബുദ്ധിമാനായ അല്ലാഹുവിന്റെ സ്വന്തം കിതാബ്. അങ്ങനെ ഏറ്റവും പെർഫെക്റ്റ് കിതാബ് പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഭീകരവാദത്തിനുള്ള അനുവാദം, ഭാര്യയെ തല്ലാനുള്ള അനുവാദം, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ, ഈ ഒരു കാര്യം തന്നെയാണ് പുള്ളിക്കാരൻ ഇയാൾ തന്നെയാണ് ഈ മെജോറിറ്റി അവിടെ കുറേയധികം ചാനൽസ് ഒക്കെ ഓപ്പൺ ചെയ്യുക, അത്യാവശ്യം ക്ലബ്ബ് നടത്തി ക്ലബിൽ കൂടെ ഇത്തരം മോശപ്പെട്ട കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് എത്തിച്ചു കൊടുക്കുക ചെയ്തിരുന്നത്. അതായത് ഇസ്ലാം കമ്മ്യൂണിറ്റി അവഹേളിക്കുന്നതിന് ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നാണ് പറഞ്ഞു വന്നതിന്റെ അർത്ഥം. അപ്പൊ ഇവൻ പറയുന്ന കാര്യങ്ങൾ വിശ്വാസയോഗ്യമായ രീതിയിലാണ് നമ്മളിലേക്ക് തരുന്നത്. വാസ്തവത്തിൽ ഞാനൊക്കെ ഖുർആൻ വായിച്ചതും പഠിച്ചതും ഒക്കെ പ്രെയറിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രെയർ, അത്യാവശ്യ കാര്യങ്ങൾ, ഈമാൻ കാര്യം, ഇസ്ലാം കാര്യങ്ങൾ എന്നുള്ളവ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനപ്പുറം ഇത് ഇൻ ഡെപ്തിലേക്ക് പഠിക്കണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നുമില്ല, അങ്ങനെ പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. നമ്മൾ പഠിച്ചത് ആദ്യത്തെ പാഠങ്ങളാണ്. അതിനുശേഷം നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം, പിന്നീട് ഗ്രാജുവലി കോളേജ്, ജോലിക്ക് പോകുന്നു എന്നതിനപ്പുറം ഇങ്ങനെ ഒരു മതഗ്രന്ഥവുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതുകൊണ്ട് ലാഭമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് പഠിക്കാൻ കാരണമായി. അപ്പോൾ ഇവർ പറയുന്ന ഈച്ച് ആൻഡ് എവറി തിങ്, ഓരോ കാര്യങ്ങളും സ്പെസിഫിക്കലി എടുത്തു വെച്ച് ആ ഒരു കോണ്ടസ്റ്റ് എപ്പോഴാണ് പറഞ്ഞത്, എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്, ഏതാണ് സിറ്റുവേഷൻ എന്നുള്ളത് പറയാം എന്നുള്ളതാണ്. ഇത് വിജയിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ വെള്ള പൂശുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ക്രിസംഗികൾ വന്നിട്ട് കമന്റ് ഇടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സംഘികളെക്കാളോട് ക്രിസംഗികൾക്കാണ് ഇതിന്റെ വേദന. ഏറ്റവും വൾഗറായ മത്തായി സുവിശേഷവും ലൂക്കാ സുവിശേഷവും ഒക്കെ വായിച്ചാൽ ഞെട്ടി തകർന്ന് പണ്ടാരടങ്ങിയിരിക്കുന്ന, വ്യക്തമായി ഇവർ പ്രതിപാദിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ബൈബിളിലാണുള്ളത്, ഖുറാനിലല്ല ഉള്ളത്. വളച്ചൊടിക്കപ്പെടുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇതേ കാര്യം ഈ ഹൈന്ദവ ഗ്രന്ഥങ്ങളിലുമുണ്ട്. അത് ഒരു കമ്പാരിസണോ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ജ്ഞാനിയല്ല, പണ്ഡിതയല്ല. ആദ്യം തന്നെ ആ ഒരു നീക്കം വെച്ച് സാധാരണ വിട്ടമയാണ്. തുടങ്ങാം. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കാനും വിവാഹം ചെയ്യാനുള്ള അനുവാദം, അടിമകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അനുവാദം, മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അനുവാദം, മൃതശരീരങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അനുവാദം, 5 തവണ മുടിയൊട്ടി മഹറം ആക്കാനുള്ള അനുവാദം, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്തവരെ കാഫറുകളെ കൊല്ലാനുള്ള അനുവാദം, ഭാര്യയുടെ സമ്മതമില്ലെങ്കിലും വേറെയും സ്ത്രീകളെ വിവാഹം കഴിക്കാനുള്ള അനുവാദം, മുസ്ലിം ആയില്ലെങ്കിൽ അന്യമതസ്ഥരെ കൊല്ലാനോ അവരുടെ മേൽ വലിയ രീതിയിൽ ടാക്സ് ഈടാക്കാനുമുള്ള അനുവാദം, ലൈംഗിക സുഖത്തിന് വേണ്ടി ടെമ്പററി മാരേജ് അതായത് അൽ മുത്താഹ് കഴിക്കാനുള്ള അനുവാദം, ഹിന്ദുമതത്തിൽ പോലും ഉള്ളതിൽ അധികം ജാതീയത, വംശീയതയ്ക്കുള്ള അനുവാദം. അങ്ങനെ ഇസ്ലാം മതം പഠിപ്പിക്കുന്ന വയലൻസ് ആൻഡ് സെക്സ് പറഞ്ഞാൽ തീരുന്നതല്ല. സത്യത്തിൽ മുഹമ്മദിന്റെ ഫേക്ക് ഐഡിയാണ് അല്ലാഹു. ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ നോമ്പ് എടുത്തിരുന്ന മുസ്ലിങ്ങൾ പോലും കമന്റ് ബോക്സിൽ അമ്മയ്ക്ക് വിളിച്ചു. വാളുകൊണ്ട് തടയാൻ പറ്റുന്നതിനെ വാളുകൊണ്ട് തടയുക, അഥവാ അതും പറ്റിയില്ലെങ്കിൽ കൈകൾ കൊണ്ട് തടയുക, അതും പറ്റിയില്ലെങ്കിൽ മാനസികമായി തടയുക. അതായത് വേണമെന്ന് വെച്ചാൽ എന്നെ കൊല്ലാൻ പോലും കേരളത്തിലെ മുസ്ലിങ്ങൾ ഇപ്പോൾ തയ്യാറാവും. കാരണം മുഹമ്മദിനെതിരെയോ അല്ലാഹുവിനെതിരെയോ സംസാരിക്കുന്ന ആളുകളുടെ കഴുത്തറക്കാനോ കൈ വെട്ടി മാറ്റാനോ ആണ് ഖുർആൻ 5:33 എഴുതിയിരിക്കുന്നത്. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ മുസ്ലിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഖുർആൻ 2:191 ഒരു വിശ്വാസിയായ എന്നെ കൊന്നാൽ മദ്യപ്പുഴ, നീണ്ട സ്ഥലങ്ങളുള്ള തരുണീമണികളായ 72 ഊരുകൾ, കിലോമീറ്റേഴ്സ് നീളമുള്ള സ്വർഗം, വെളിക്കിരിക്കുമ്പോൾ മലത്തിന് പോലും കസ്തൂരി വരുന്ന പ്രത്യേക അത്ഭുതങ്ങളുള്ള സ്വർഗത്തിൽ പോകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അതും ചെയ്യാൻ മടിക്കില്ല. ലോകത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും ബ്രില്യന്റായ ക്രിമിനൽ എന്നത് ഒരേ ഒരാൾ മാത്രമാണ്. അതാണ് അബു അൽ ഖാസിം മുഹമ്മദ് ഇബിൻ അബ്ദുല്ല ഇബിൻ അബ്ദുൽ മുത്താലിബ് ഇബിൻ ഹാഷിം, അതായത് സാക്ഷാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ 5:33 അനുസരിച്ച് നബി നിന്ന എന്നും പറഞ്ഞ് എന്റെ തല വെട്ടാൻ വരട്ടെ. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്ന് ഈ വീഡിയോയുടെ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇസ്ലാം മതം വളർന്നത് വാളുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ വെച്ച് ബാക്കി എല്ലാവരും അംഗീകരിക്കും. കാരണം അന്ധമായ വിശ്വാസത്തിന്റെയും വിവരം ഇല്ലായ്മയുടെയും മണ്ടത്തരങ്ങളുടെയും പെർഫെക്റ്റ് വിക്ടിംസ് ആണ് മുസ്ലിംസ്.
ഈ വീഡിയോയിൽ ഇസ്ലാം ആശയം അനുസരിച്ച് മുസ്ലിങ്ങൾ ചെയ്ത യുദ്ധം, നരഹത്യ, ലൈംഗിക പീഡനങ്ങൾ മതി. ഇതിന്റെ കൂടുതൽ കേട്ടാൽ നമുക്ക് വല്ലതും തോന്നും, അതുകൊണ്ടൊന്നും പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ വളരെ സംയമനത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ക്ലബ്ബ് ഹൗസിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പെൺകുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. കാരണം തെറ്റായ പ്രചരണങ്ങളാണ് ഇവർ നടത്തുന്നത്. ഇയാൾ പറഞ്ഞ ഓരോ ഇഞ്ച് ബൈ ഇഞ്ച് ഓരോ വേർഡും എടുത്തു വെച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ അത്രയ്ക്കൊന്നും പോകുന്നില്ല, അതിലേക്കൊന്നും പോകുന്നില്ല. ആയത്ത്, സൂറ, ഖുർആൻ, ഏത് ഹദീസ് ഇതൊന്നും വേണ്ട. കോമൺ സെൻസ് യൂസ് ചെയ്യുക. 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്ന വ്യവസ്ഥകൾക്ക് അധിഷ്ഠിതപ്പെടുത്തിയുള്ള ആചാരങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എക്കാലത്ത് നിലകൊള്ളുമോ എന്ന് ചോദിച്ചാൽ 1400 വർഷങ്ങൾക്ക് ഇപ്പുറവും മുഹമ്മദ് എന്ന പേരിടാൻ അഭിമാനപൂർവ്വം മുൻപോട്ട് വരുന്ന മനുഷ്യരുണ്ടെങ്കിൽ അത് എക്കാലത്തേക്ക് നിലകൊള്ളുന്ന പുസ്തകം തന്നെയാണ്. മറ്റുള്ളവരെ പോലെയോ മറ്റ് മതവിഭാഗങ്ങളെ പോലെയോ അല്ല. ഇന്നത്തെ ജനാധിപത്യം അന്ന് എഴുതി ചേർക്കപ്പെട്ടാണ്. ഇന്നത്തെ ടാക്സ് പേയ്മെന്റ് അന്ന് എഴുതി ചേർക്കപ്പെട്ടാണ്. പെണ്ണിനെ റെസ്പെക്ട് ചെയ്യണമെന്നുള്ളതും പെണ്ണിനെ കൺസിഡർ ചെയ്യണമെന്നുള്ളതും പെണ്ണിനാണ് പ്രിവിലേജ് എന്നും അന്നേ എഴുതി ചേർക്കപ്പെട്ട കാര്യമാണ്. 100 വർഷം മുമ്പ് വരെയുള്ള ഇവിടുത്തെ വ്യവസ്ഥകൾ എടുത്തു നോക്കിയാൽ മാത്രം ബോധം വരുന്ന ഒരു കാര്യമാണ്. അത് കൃത്യമാണ്. ഇനി അതിന്റെ ഡെപ്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ കൊല്ലാൻ പറയുന്നുണ്ടോ എന്ന് പറയുന്നു. തർക്കമൊന്നുമില്ല, അങ്ങനെ ഒരു പോർഷൻ ഉണ്ടാകും. ഇത് എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉണ്ട്. പക്ഷേ ഇവിടെയുള്ളതിൽ വ്യത്യാസമുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞു തരാം. 2 വിഭാഗങ്ങളായി യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെ കൊല്ലാനായി അപ്പുറത്ത് നിന്ന് വന്നാൽ, ഇപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ശത്രു രാജ്യമാണ്. നമുക്ക് മുൻപത്തെ പടം, ഇന്ത്യയുടെ ഭൂപടം എടുത്ത് നോക്കിയാൽ നമ്മുടെ ശത്രു രാജ്യമാണോ? അത് നമ്മുടെ രാജ്യമായിരുന്നു അല്ലേ? ഇപ്പോൾ അത് ശത്രു രാജ്യമായി. അങ്ങനെയാണോ മുമ്പുണ്ടായിരുന്നത്? അല്ല. അന്ന് അവിടെ ഉള്ളവർ ആരായിരുന്നു? നമ്മുടെ തന്നെ പൗരന്മാരായിരുന്നു. ഇപ്പോൾ അവർ നമ്മുടെ ശത്രുപക്ഷത്തായി. അയൽ രാജ്യമെന്ന് പോലും പറയുന്നതിന് പകരം ശത്രു രാജ്യം എന്ന് പറയുന്നു. ഇവിടെ എന്ത് കോണ്ടസ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത്? ദ സെയിം തിങ് ആണ് ഖുർആനിലുള്ളത്. കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞുതരാം. നമ്മളെ കൊല്ലാനായി അവർ വന്നാൽ അവരെ കൊല്ലുന്നതിൽ തെറ്റില്ല എന്നാ പറഞ്ഞത്. ഇത് നിയമവ്യവസ്ഥയിലും ഉണ്ട്. ഉദാഹരണം പറയാം. നമ്മളെ നിയമവ്യവസ്ഥയിൽ നമ്മൾ ഒരാളെ കൊല്ലുന്നത് അല്ല എന്ന് വരുത്തുന്നുണ്ട്, എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? നമ്മളെ ഒരാൾ റേപ്പ് ചെയ്യുകയാണ്, നമുക്ക് താല്പര്യമില്ല, നമുക്ക് അയാളെ കൊല്ലാം. നമ്മളെ അയാൾ ഉപദ്രവിക്കുകയാണ്, നമ്മുടെ വീടിനകത്തേക്ക് അതിക്രമിച്ച് കയറി നമ്മളെ ഉപദ്രവിച്ചു, അയാളെ അടിച്ചു പൊട്ടിക്കാം. അപ്പോൾ നിയമം പറയുന്നുണ്ടോ അടിക്കാനായിട്ട്? ഉണ്ടോ? അവിടെയാണ് ആ ഒരു പോർഷൻ മാത്രം എടുക്കും. അപ്പോൾ നിയമത്തിൽ പറയുന്ന ഒരു ക്ലൗസ് ആണത്. നിങ്ങളുടെ വീട്ടിൽ കയറി അതിക്രമിച്ച് കയറി നിങ്ങളെ തല്ലുകയോ റേപ്പ് ചെയ്യുകയോ ചെയ്താൽ, നിങ്ങളാൽ അയാൾ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങളെ കുറ്റവിമുക്തരാക്കപ്പെടും. കാരണം അയാൾ നിങ്ങളടുത്തോട്ട് വന്നതാ, നിങ്ങളെ ഉപദ്രവിച്ചിട്ട് സ്വയരക്ഷാർത്ഥം നിങ്ങൾ ചെയ്തതാ. അപ്പോൾ അടുത്ത് ഒരു 10 കൊല്ലോ അല്ലെങ്കിൽ ഒരു 100 കൊല്ലോ കഴിഞ്ഞിട്ട് വേറെ നോക്കൂ, ഈ നിയമത്തിലെ പഴുതു നോക്കൂ, ഇതിനകത്ത് കൊല്ലാൻ പറയുന്നുണ്ട്. ഇന്ത്യൻ നിയമവ്യവസ്ഥിതി തന്നെ തെറ്റാണ്. ഇന്ത്യൻ നിയമവ്യവസ്ഥിതിയിൽ ഒരാളെ കൊല്ലാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അതെന്ത് കോണ്ടസ്റ്റിലാണ് പറഞ്ഞെന്നുള്ളതാണ് ഇവിടെ വ്യക്തം. ബാക്കി ശാപഭോഗം, മറ്റത് മറിച്ചത്, ഇതിനൊക്കെ ഓരോന്നിനും ഓരോ വിധിയുണ്ട്. ഇതിനകത്ത് വിവാഹത്തിനെ പറ്റി വളരെ മോശമായി പറയുന്നുണ്ട്. പൊതുവേ എനിക്കിതിന് ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ മനുഷ്യരെ തല വെട്ടിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. നിങ്ങൾ തന്നെ, ഞാൻ എൻ്റെ മുമ്പത്തെ കുറേ അധികം വീഡിയോസ് എടുത്തു കൊണ്ടുവന്നിട്ട് തമാശ കളിക്കുന്ന കുറേ പേരോട് എൻ്റെ ഒരു ചോദ്യം. ഞാൻ അന്ന് മനസ്സിലാക്കിയ കാര്യം ഞെട്ടിക്കുന്നതാണ്. എൻ്റെ കുട്ടികളുടെ പേരിൻ്റെ കൂടെ തന്നെ മുഹമ്മദ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റസൂലിനെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു, അത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ പേരിൻ്റെ ഒപ്പവുമുണ്ട് ഈ മുഹമ്മദ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത എനിക്ക് അത് വലിയൊരു ചതിയായി തോന്നി. ഇത്രയ്ക്ക് മ്ലേച്ഛനോ ഇത്രയ്ക്ക് വൃത്തികെട്ടവനോ സ്വന്തം ഭാര്യയെ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരുത്തൻ്റെ ഭാര്യയെ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ കുടുംബക്കാരെയൊക്കെ തച്ചുടയ്ക്കുന്നു, കൊല്ലുന്നു. എന്താണ് അവിടെ നടന്നതെന്ന് കൃത്യമായി അത് പഠിച്ച് മനസ്സിലാക്കിയ ആളുകളിൽ നിന്ന് കേൾക്കുക എന്നുള്ളതാണ്. വിയർപ്പിൻ്റെ അസുഖമുള്ള ഇങ്ങനെ കൊഴുത്ത കുറേ നാറികൾ ഇരുന്നു കൊണ്ട് ഈ ദുഷ്പ്രചരണം മാത്രമാണ് നടത്തുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇവൻ അടുത്ത് പറഞ്ഞ എന്താ? എൻ്റെ തല വെട്ടപ്പെടാം. ആണോ? എന്നിട്ട് ജാമില എന്താ ചാകാത്തെ? എന്താ ആരിഫ് ഹുസൈനും ലിയാഖത്ത് അലിയും ചാകാത്തെ? ശരി, ഇവർക്ക് 3 പേർക്കും പ്രൊട്ടക്ഷൻ ഉണ്ട്, അവർ സെപ്പറേറ്റഡ് ആണ്. 4 വർഷമാണ് ഞാൻ ജീവിച്ചിരുന്നത്. 4 വർഷം വരെ മാപ്പ് പറയുകയോ മാറി പറയുകയോ ഇല്ല. ശക്തമായി എതിർത്തവളാണ് 4 വർഷം വരെ. ഒരു രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടി പോലീസിൽ പോലും എഴുതി കൊടുത്തിട്ടില്ല. ഒരു ആംനസ്റ്റി വിസയ്ക്കും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല. ഒരു രീതിയിലും ഞാൻ മാറ്റി പറയുകയോ തള്ളിപ്പറയുകയോ, അതായത് എൻ്റെ വീട്ടുകാരെന്നെ തള്ളിപ്പറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടില്ല? ഞാനാണ് ശരിക്കുള്ള തെളിവ്. അന്ന് എന്നെ കൊല്ലാത്തത് എന്തെന്ന് ചോദിച്ചുകൊണ്ട് സംഘികൾ വീഡിയോ ചെയ്തു. എൻ്റെ കഴുത്ത് വെട്ടിക്കളയണമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസംഘികൾ വീഡിയോ ചെയ്തു. ഇസ്ലാമിയർ കുറേ തെറി വിളിച്ചു, അതില്ലാന്ന് പറയുന്നില്ല. പച്ച തെറി വിളിച്ച് തിരിച്ചും തെറി വിളിച്ചു. അങ്ങനെ ഒരു തെറിത്താത്ത പേര് വരെ കിട്ടിയത്. ബട്ട് അതാണ് നടന്നത്. അതിനപ്പുറം ഞാനാണ് എവിഡൻസ്. ഇവൻ പറയുന്ന നുണകൾ നിങ്ങൾ കേൾക്കാതിരിക്കുക, വിശ്വസിക്കാതിരിക്കുക. വിശ്വാസ പ്രമാണങ്ങളിൽ ഓരോന്നും ആപ്റ്റാണ്, കൃത്യമാണ്. അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന വിവാഹമാണ് ഇന്ന് ബഷീർ ബഷീർ പോലുള്ളവർ മിസ്യൂസ് ചെയ്യുന്നത്.
ആ വ്യവസ്ഥ എന്തിനാണെന്നുള്ളത് ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. എൻ്റെ പല വീഡിയോകളിലും ഞാനത് കൃത്യമായി പറഞ്ഞിരുന്നു. അതിനകത്ത് യാതൊരു രീതിയിലുള്ള ഒരു മാറ്റം എഴുത്തുകളിലോ പൊളിച്ചെഴുത്തുകളിലോ ആവശ്യമില്ല. ഇനി മാതൃഭോഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരിഫ് ഹുസൈൻ പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. എന്താണെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? അത് ഞാനൊരു എക്സ്പ്ലനേഷൻ തരാം. ഈ പലിശ വാങ്ങുന്നതും അങ്ങനെ റിലേറ്റ് ചെയ്ത് എന്തോ ഒരു ക്രൈമുണ്ട്, ഐഡോൾ വർഷിപ്പ്, അങ്ങനെ എന്തോ ഒരു ക്രൈമുണ്ട്. അത് കൃത്യമായിട്ടുള്ള കാര്യം ഞാൻ പഠിക്കാതെയാണ് പറയുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ പറയുന്നത്. ആ ക്രൈമിനേക്കാൾ വലുതാണോ ഈ ക്രൈം എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് എന്താ ഉത്തരം തരിക? അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് മാതൃഭോഗത്തിനേക്കാൾ കുറ്റമുള്ളതാണ്. അപ്പൊ മാതൃഭോഗം കുറ്റമാണോ അല്ലയോ? ഇതാണ് ചോദ്യം. അതായത് വരികൾക്കിടയിൽ കൂടെ ക്യാപ്ചർ ചെയ്യുക, അത് വെച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ വായടപ്പിക്കുക, പോക്കൃതരം പറയുക, ഇതാണ് ഇവരുടെ സ്ഥിര രീതി. വിയർപ്പിന്റെ അസുഖമാണ് ഇവനിക്ക്. ഇവൻ ഉസ്താദായിരുന്നു അത്രേ, അവിടെ നിന്നാണ് ഇവൻ ചാടിയത്. ചുമ്മാതിരുന്ന് തിന്ന് ദുർമേധസ് അവന്റെ ശരീരത്തിൽ മുഴുക്കിയിട്ട് ആ ദുർമേധസ് അവന്റെ തലയിലും കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവൻ പറയുന്നതാണ്. ഇനി ഇവൻ പറഞ്ഞ കണക്കപ്പോൾ കൈവെട്ടിയില്ലെന്നൊരു ചോദ്യം വരാം, സ്വാഭാവികമാണ്. ആരാണ് ജോസഫ്? ജോസഫ് മാഷിനെ സ്കൂളിൽ നിന്ന് നീക്കി നിർത്തിയത്, കോളേജിൽ നിന്ന് നീക്കി നിർത്തിയത് ആരാണ്? ഇസ്ലാമിയരാണ്. കുറച്ച് പൊട്ടന്മാർ പോയി കൈവെട്ടി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അയാളൊരു വിശുദ്ധനൊന്നുമല്ല. അയാൾ ആരായിരുന്നു? അയാളെ എന്തുകൊണ്ട് അവർ നീക്കി നിർത്തി? ഈ പറയുന്ന ആ ഒരു പ്രത്യേക സ്ഥലത്തേക്ക്, ആ കോളേജിലേക്ക് എങ്ങനെയാണ് ഇയാൾക്ക് ജോലി കിട്ടിയത്? ആ സഭയുടെ അണ്ടറിലിരിക്കുന്ന സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിലേക്ക് പിന്നെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ പ്രൊഫസറായി ജോയിൻ ആകണം എന്നുണ്ടെങ്കിൽ അതിന് കുഞ്ഞാടായിരിക്കണം, നല്ല കുഞ്ഞാടായിരിക്കണം. മറ്റൊരു മതവിശ്വാസത്തിൽ ഇരിക്കുന്നവൻ ഈ മതത്തിനെ അവഹേളിക്കാൻ അവർ നിർദ്ദേശിച്ചു, അവർ പറഞ്ഞു. അതെന്തിനാണ് അങ്ങനെ ഒരു വൃത്തികേട് എഴുതി വെച്ചത്? ആ വൃത്തികേട് തന്നെയല്ലേ? അതിൻ്റെ ആവശ്യം എന്താണ്? അത് അനാവശ്യമല്ലേ? അനാവശ്യമായിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് കൊണ്ട് ആ കോളേജ് അധികാരികളും ആ സ്കൂൾ അധികാരികളും എത്രത്തോളം പ്രശ്നത്തിലായെന്നൊന്ന് ഓർത്തു നോക്കും. അപ്പൊ അതിനോടനുബന്ധിച്ച് നടന്ന വിഷയങ്ങളിലൊക്കെ തന്നെ സഭയാണ് അയാൾക്കെതിരെ നിന്നത്, ഇസ്ലാമിയരായിരുന്നില്ല. പ്രൊട്ടക്ട് ചെയ്തത് ഇസ്ലാമിയർ. അല്ലാന്ന് അയാൾ പറയട്ടെ, ഇപ്പൊ അയാൾ എന്താ വായ്ത്താളം പറഞ്ഞുകൊണ്ടിരുന്നത്? യുക്തിവാദിയോ? അയാളോ? അയാളുടെ പെങ്ങളൊരുത്തി കന്യാസ്ത്രീയാ, യുക്തിവാദി. അയാൾ തീവ്ര നല്ല പക്ഷമുള്ളൊരു ക്രിസ്ത്യാനിയാണ്. അയാൾ അത് ചെയ്തത് തെറ്റാണ്. ആ തെറ്റെന്ന് പറഞ്ഞത് അയാളുടെ സഭക്കാരാണ്, പുറത്തുനിന്ന് ആരുമല്ല. ഇനി ഇതിനകത്ത് മറ്റൊന്ന് പറയുന്നുണ്ട്, ജാതി വ്യവസ്ഥ. അയാളുടെ കൈവെട്ടിയത് ന്യായീകരിച്ചത് മണ്ണിനോട് തള്ളല്ലേ? എൻ്റെ കഴുത്തതാ ഇവിടെ തന്നെയുണ്ട്, കൈ ഇവിടെ തന്നെയുണ്ട്, എൻ്റെ ഒന്നും ആരും വെട്ടിയിട്ടില്ല. ഞാൻ ഇതിനേക്കാൾ അയാൾ പറഞ്ഞത് ഒന്നെങ്കിൽ ഞാൻ 1000 പറഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ എവിടെ ഒളിച്ചു കിടന്നിട്ടില്ല, ഒരു പ്രൊട്ടക്ഷൻ എഴുതി കൊടുത്തില്ല, ഞാൻ എവിഡൻസ് ആണെന്നാണ് പറഞ്ഞത്. ജാതി വ്യവസ്ഥ, എന്ത് ജാതി വ്യവസ്ഥയുണ്ടോ ഇസ്ലാമിലുള്ളത്? എന്താണ് അത്? ഇപ്പോൾ നമ്മൾ ഇന്ത്യൻസ് ആണ്, അമേരിക്കൻസ്, ചൈനക്കാർ, ഈ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കൺട്രി ബേസ്ഡ് ആണെങ്കിൽ പോലും നമുക്ക് ചില വ്യത്യസ്തതകൾ കാണും. അത്തരം വ്യത്യസ്തതകൾ ഉണ്ട് എന്നതിനപ്പുറം തൊട്ടുകൂടായ്മയും തീണ്ടായ്മയും ഉണ്ടോ? നമ്മുടെ മതത്തിൽ ഇപ്പോൾ ഒസ വിഭാഗത്തിലുള്ള ഒരാൾ നന്നായി പഠിച്ച് ഡോക്ടറായാൽ എൻ്റെ മകളെ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് മാറി നിൽക്കുന്ന ഇവർ പറയുന്ന രീതിയിലൊരു വ്യത്യസ്ത ജാതി വ്യവസ്ഥയിലുള്ള ഒരാളാണെങ്കിൽ കെട്ടിച്ചു കൊടുക്കത്തില്ലേ? ഇസ്ലാമിൽ ആരാണ് ഈ ഒസ എന്നോ ലെബ്ബ എന്നോ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയുന്നത്? എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും നോക്കാറില്ല, ഇസ്ലാമാണോ എന്ന് നോക്കാറുള്ളൂ. പക്ഷേ ഇവർ പറയുന്നത് അങ്ങനെ ഒരു വിഭാഗമുണ്ട്, അങ്ങനെയാണ്, അവരെ തൊട്ടുകൂടാ എന്ന അങ്ങനെയുണ്ടോ? എനിക്കറിയത്തില്ല. അപ്പുറത്തതുണ്ട്, തീവ്രമായിട്ടുണ്ട്. അവർ കൊന്നുകളയാറുണ്ട്. അത് ശത്രു ആയതുകൊണ്ടല്ല, താഴ്ന്നവനാണെങ്കിൽ കൊന്നുകളയണം. ഓഹോയ് ഓഹോയ് ഒരു വാക്കും പറഞ്ഞുകൊണ്ട് വരും. നമ്പൂരീശാൻ വരികയാണ്, മാറി നിന്നോണം, കാണാൻ പാടില്ല. 2 കുടയും കൊണ്ട്, ഇരട്ട കുടയാണ് കൊണ്ടുവരുന്നത്, മറക്കുടയോ തേങ്ങയോ എന്തൊക്കെ അനാചാരങ്ങൾ 100 വർഷം മുമ്പ് വരെ നമ്മുടെ ഈ നാട്ടിലുണ്ടായിരുന്നു. അത്രത്തോളം ജാതീയത ഇന്നുമുണ്ട്. കൂടൽമാണിക്യ ക്ഷേത്രം തെളിവായിട്ട് ഞാൻ വെക്കും. ഒരുപാട് കാര്യങ്ങൾ പറയാം. കൂടൽമാണിക്യം മാത്രമൊന്നുമല്ല, വേടൻ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആ സമുദായത്തിലുള്ള ഒരാൾ അത് പറയുമ്പോൾ ഉണ്ടാകുന്ന വേദന കൊണ്ടാണ്. ഇതിവിടെ തുടർച്ചയായിട്ടുണ്ട്. നാടാരെന്നും മാരാരെന്നും ഒക്കെ പേര് വയ്ക്കുമ്പോൾ അഭിമാനം തോന്നുന്നത് എന്തുകൊണ്ടാണ്? ജാതീയത ഉള്ളതുകൊണ്ടാണ്. ഷെഫീന എന്നത് ഷെഫീന എന്ന് തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തൊരു നായരോ നാടാരോ ഒന്നും വരത്തില്ല, വന്നാലും ഒന്നുമില്ല. എന്തുകൊണ്ടാണ്? ജാതീയത ഇല്ലാത്തത് കൊണ്ട്. കള്ളം പറയല്ലേടാ. നിനക്ക് ഒരു അല്പം ഉളുപ്പ്, ഒരു ഇച്ചിരി, ഒരു അല്പം സ്വല്പം. ഇവിടെ ഏറ്റവും നന്നായി ജീവിച്ചു പോകുന്നത്, അതായത് പരസ്പര സാഹോദര്യത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി ജീവിച്ചു പോകുന്ന കമ്മ്യൂണിറ്റി അവരാണ്. അവരെവിടെയും പോയിട്ട് ലിംഗം തപ്പുന്നില്ലല്ലോടാ. ഇത് ഞങ്ങളുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിടിച്ചടക്കാൻ കയറുന്നില്ലല്ലോ. ഈ പിടിച്ചടക്കലുകളുടെ കാര്യം പറയുമ്പോൾ പണ്ടത്തെ കാലഘട്ടം അവിടെ തൂക്കുക, ചോരന്മാർ, ചേളന്മാർ, അങ്ങനെ കുറേ കാറ്റഗറീസ്. ഇതൊക്കെ പോട്ടെ, ഇവിടുത്തതൊക്കെ പോട്ടെ. അശോക ചക്രവർത്തിയുടെ ചരിത്രം എടുക്കുക, ഇതെല്ലാം എടുക്കുക. അശോകന്റെ ചരിത്രം എടുക്കുക. വെട്ടും കൊലയും കൊല്ലയൊന്നും ഉണ്ടായിരുന്നില്ലേ? അശോകൻ ആരായിരുന്നു? ഇവർക്ക് ആർക്കും ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഇതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ സർവൈവൽ ടാസ്ക് ആണ്. ഇപ്പോൾ നമ്മൾ വനത്തിലേക്ക് പോകുന്നു എന്ന് വയ്ക്കാം. കടുവയാണോ ഏറ്റവും ഭീകരജീവി? കടുവയെ കൊല്ലാൻ സർപ്പം വരത്തില്ല. സർപ്പത്തിന് എന്തിൻ്റെ കേടാണ്? സർപ്പത്തിന് കടുവ പിടിച്ച് തിന്നുമോ? ഇല്ലല്ലോ.
അവരവരുടെ ലൊക്കാലിറ്റിയിലെ ടെറിട്ടറിയിലേക്ക് മറ്റുള്ളവർ കയറുമ്പോൾ അവർക്ക് അവരുടെ ആധിപത്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വരുന്നവരെ തട്ടും. അത് ഒരു പ്രകൃതി നിയമമാണ്. ആഹാരത്തിന് വേണ്ടിയിട്ടും തട്ടും. അപ്പോൾ അതൊരു കൊലപാതകമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് ആഹാരത്തിന് വേണ്ടി ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നില്ലേ, കോഴിയെയും പശുവിനെയും കാളയും പോത്തിനെയും മീനിനെയും ഒക്കെ കണ്ടു ചെയ്യുന്നില്ലേ? സസ്യമാണെങ്കിലും അതിനും ജീവനുണ്ട്. നമുക്ക് സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അക്കാര്യം ചെയ്യുന്നത്. ഈ പറയുന്ന ഓരോ സംഗതിയും പൊള്ളയായ കള്ളവുകൾ മാത്രം പ്രചരിപ്പിക്കുന്ന വൃത്തികെട്ട കൂട്ടായ്മകളിലേക്ക് നമ്മുടെ കുട്ടികൾ പോകാതിരിക്കുക, ശ്രദ്ധിക്കുക. എന്നെ കാണുന്ന ഏതെങ്കിലും പെൺകുട്ടികളുണ്ട്, എനിക്കറിയാം ഒത്തിരി പേര് തലതിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ശരിയാണ്, നമ്മുടെ കുടുംബ വ്യവസ്ഥയിൽ അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു പ്രശ്നത്തിനെ നമ്മൾ ഇതുമായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന ഒരിക്കലുമല്ല. ഇസ്ലാമിൽ ശരിക്ക് മതം പഠിക്കേണ്ടത് പെണ്ണാണ്. നമുക്കുള്ള റൈറ്റ്സ് ആണുങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കുക, തിരിച്ചറിയുക. ശരിക്കും മതം പഠിച്ച ശേഷം നമ്മുടെ റൈറ്റ്സിന് വേണ്ടി നമ്മൾ ശബ്ദം ഉയർത്തുക. ഇസ്ലാമിൽ മാത്രമല്ല ഈ പറയുന്ന സ്ത്രീകളെ താറടിക്കുകയോ ഒതുക്കുകയോ ചെയ്യുന്ന ഒരു വ്യവസ്ഥയുള്ളത്. ആൺമേൽക്കോയ്മയുള്ള ഒരു സമൂഹമാണ്. അപ്പോൾ അവർക്കാണ്, പുരുഷാധിപത്യമാണ്. അതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. ഒരു പരിധിവരെ നമ്മളെത്തി. ഇസ്ലാമിൽ അത്രത്തോളം ഇല്ല എന്ന്, ആ ഭീകരത ഇല്ല എന്ന് മനസ്സിലാക്കുക. എനിക്കുണ്ടായിരുന്നില്ല, എൻ്റെ എക്സ്പീരിയൻസ് ഡിഫറൻ്റ് ആണ്. പക്ഷേ വിലക്കുകളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആ വിലക്കുകൾ എന്നെ സംരക്ഷിക്കാനാണെന്നുള്ള തിരിച്ചറിവിലാണ് ഞാനത് അനുസരിക്കുന്നത്. അല്ല എന്നെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ അടി വാങ്ങിക്കും എൻ്റെ കയ്യിൽ എന്നുള്ളതിൽ തർക്കമേ ഇല്ല. അപ്പോൾ ഈ വിഷയം ഒരു വലിയ സബ്ജക്റ്റാണ്. ഇതിനകത്ത് എനിക്ക് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഞാൻ ഇതിനകത്ത് ഗൃഹപാഠം നടത്തിയിട്ടില്ല. കണ്ട ഉടനെ തന്നെ എനിക്ക് ദേഷ്യം വന്നതുകൊണ്ട് ഇതെടുത്ത് പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. വളരെ മ്ലേച്ഛനായ ഒരു വൃത്തികെട്ടവനാണ് ഇവൻ. ഇവൻ്റെ ചരിത്രം എല്ലാം ഡീറ്റെയിൽഡ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പോഷൻ ഞാൻ ഇടയ്ക്ക് വെച്ച് കുറച്ച് ദിവസം നിർത്തി വെച്ചതായിരുന്നു. വീണ്ടും തുടങ്ങേണ്ട ഒരു അവസ്ഥയുണ്ടെന്ന് തോന്നുന്നു. ഇറങ്ങിയാൽ തിരിച്ചു ഇറങ്ങും. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കി തരും എന്ന് തന്നെയാണ് പറയുന്നത്. അടങ്ങിയത് മിണ്ടാതിരിക്കുന്നത് നിങ്ങളപ്പുറത്ത് അടക്കത്തോടു കൂടിയുള്ള വിമർശനം ചെയ്യുമ്പോഴാണ്. ശ്യാംകുമാർ വിമർശനം നടത്തുന്നു, ജബ്ബാർ വിമർശനം നടത്തുന്നു. അതൊക്കെ ഓക്കെ, ഉൾക്കൊള്ളാം. സ്കൂൾ തലങ്ങളിൽ കൊച്ചു പിള്ളേരുടെ തലയ്ക്കകത്തല്ല കൊണ്ട് വിമർശനം ഒപ്പിക്കേണ്ടത്. വിമർശിക്കേണ്ട വേദികളുണ്ട്, അവിടെ പോയിരുന്നുണ്ട് കുരച്ചോ. അവിടെ ഇരുന്ന് കുരച്ചോ, ആ കുര കേൾക്കാൻ 10 പേര് വേറെ കുരയന്മാർ വരും, നിങ്ങളിരുന്ന് കുര. അല്ലാതെ അനാവശ്യമായിട്ട് കള്ള പ്രചരണങ്ങൾ നടത്തലിടം നാറി. നീ ഈ പറഞ്ഞ ഒരെണ്ണം പോലും വാല്യൂഡ് അല്ല. നീ മുസ്ലിങ്ങളെ ചലഞ്ച് ചെയ്യല്ലേടാ. അത് ഇനി പഠിക്കുന്നത് പെണ്ണുങ്ങളായിരിക്കും. നിന്റെ അടുത്തൊക്കെ ഇനി ഉസ്താക്കന്മാരോ പണ്ഡിതന്മാരോ അല്ലടാ മറുപടി പറയാൻ പോണം. എൻ്റെ ഒപ്പം എൻ്റെ പിറകിൽ 10 പെണ്ണുങ്ങളെ കൊണ്ട് ഞാനും ഇറങ്ങും. ഡിബേറ്റിന് തയ്യാറാണോ? ഏവേടാ HDകൾക്ക് ഏവേടാ. HDകൾക്ക് പെണ്ണുങ്ങളെ കണ്ടാൽ പിടിക്കൂല. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഡിബേറ്റിന് വിളിച്ചിട്ട് ആരെങ്കിലും വന്നോ? ലിയാഖത്ത് വന്നോ? ആരിഫ് ഹുസൈൻ വന്നോ? പകരം ഞാൻ തെറുത്താത്തയാണെന്നാ പറയണത്. ഒന്നും പറയാനില്ല. കണ്ടവൻ്റെ കട്ട് തിന്നും ജോലി ചെയ്യാതെ ജീവിച്ച് മാത്രം ശീലമുള്ള കുറെ നാറി നമ്പുസുഖങ്ങളാണ് ഇരുന്നു കൊണ്ട് ഇസ്ലാമിനെ വെല്ലുവിളിക്കുന്നത്. ഇസ്ലാമിലുള്ള ഓരോ വ്യവസ്ഥയും ഇന്നത്തെ ജനാധിപത്യത്തിൽ പോലും എടുത്തു വെച്ച് പറയാൻ പറ്റുന്ന തരത്തിൽ മൂല്യമുള്ളതാണ്. തർക്കം ഉണ്ടെങ്കിൽ നീ തർക്കിക്ക്, ഞാൻ കേൾക്കട്ടെ. ടാക്സ് പേയ്മെന്റ് എന്ന് പറയുന്ന ഇന്നത്തെ ആ ഒരു ഇത് അന്നേ ഉണ്ടായിരുന്നു. പാവങ്ങളുടെ അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നിടത്ത് റെസ്പെക്റ്റോട് കൂടി കൊടുക്കുകയാണ്. എല്ലാവരെയും തുല്യരായി പരിഗണിക്കുന്നത് ആ ഒരൊറ്റ വേർഡിലുണ്ട്. എല്ലാത്തിലുമുണ്ട്. തെറ്റും ശരിയും കണ്ടെത്താൻ. അച്ഛൻ നമ്മളെ തല്ലുന്നു, അച്ഛൻ ദുഷ്ടനാ, അച്ഛൻ ഭയങ്കര കുഴപ്പമാ എന്ന് പറയും. അതേസമയം അച്ഛൻ എന്തിനാ തല്ലുന്നേ? മറ്റാരും നിന്നെ എടുത്തിട്ട് മതിക്കാതിരിക്കാനല്ലേ? മര്യാദ പഠിച്ചാൽ നീ പുറത്തിറങ്ങുമ്പോൾ മര്യാദയോടെ പെരുമാറും. അല്ലാച്ചാൽ നീ അവിടെ പോയി മര്യാദ കേട് കാണിക്കും, നാട്ടുകാർ നിന്നെ എടുത്തിട്ട് ചാമ്പും. ആ ചാമ്പലിന് ഒരു ചെറിയ സാമ്പിൾ വീട്ടിൽ തന്ന് നീ മര്യാദയായാൽ ആ ചാമ്പലാണ് നിനക്ക് നിന്റെ അപ്പൻ തരുന്നത്. ഇതിനെയാണ് നീ വളച്ചൊടിച്ച് അച്ഛൻ തല്ലുന്നവൻ. അമ്മ വഴക്ക് പറയണു, അല്ലെങ്കിൽ അമ്മ തല്ലുന്നു, അമ്മ ഭീകരി. എന്തുകൊണ്ടാണ് അമ്മ വഴക്ക് പറയണേ? എന്തുകൊണ്ടാണ് അമ്മ തല്ലുന്നത്? നീ പുറത്തു പോയി ആരവായിരിക്കണേ കേൾക്കാതിരിക്കാൻ. അത് നമുക്ക് വേണ്ട ഡിസിപ്ലിനാണ്. അത് പഠിപ്പിച്ചു തരുന്നതാണ് ഖുർആൻ. പിന്നെ സ്വർഗത്തിൽ കിട്ടുന്ന ഫുഡിൻ്റെ കാര്യമൊക്കെ പറയുന്നു. മദ്യപിക്കരുത്, ഇതുപോലെ വ്യഭിചരിക്കരുത്, തോന്നിവാസം പറയരുത്, കള്ളം പറയരുത്, പിന്നെ മോഷ്ടിക്കരുത്, ഇതൊക്കെ പറഞ്ഞത് നീ കണ്ടില്ലേ? അതൊന്നും ഖുർആനിലില്ലേ? അതൊക്കെ കളഞ്ഞു പോയാ. അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെയൊന്നും ചെയ്യാതെ മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ ഇതെല്ലാം കിട്ടും. ഏത്? മദ്യവും മദിരാശിയൊക്കെ കിട്ടും. ഒന്നും പറയാനില്ല. ഇതിന് കോമൺ സെൻസ് എന്ന് പറയും. ആ കോമൺ സെൻസിലുള്ളവർക്ക് മനസ്സിലാവും എല്ലാത്തിലും ഉണ്ട് ഇത്. സ്വർഗവും സുന്ദരികളും ഹൂറികളും ഒക്കെ. ആൺമേൽക്കോയ്മയുടെ മറ്റൊരു വേർഷനാണത്. പെണ്ണുങ്ങളെടുത്ത് അത് പറയാത്തത് പെണ്ണുങ്ങളത് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. നിന്റെ പെണ്ണുമ്പിളേക്ക് 40 പേരെ വേണമെന്ന് തോന്നുമോ? അങ്ങനെ പറയുമോ? ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് പറയും എനിക്ക് 40 പേരെ വേണം, അങ്ങനെ പറയുമോ? ഇല്ലല്ലോ. പെണ്ണുങ്ങൾക്കിത് സൈക്കോളജിക്കൽ നീഡും ആണുങ്ങൾക്കിത് ബയോളജിക്കൽ നീഡുമാണ്. ഈക്വൽ ആണെങ്കിലും സാമൂഹ്യ വ്യവസ്ഥ കൊണ്ട് അവരങ്ങനെ ആക്കപ്പെടുന്നു, അങ്ങനെ ചിന്തിക്കപ്പെടുന്നു. അത് തന്നെയാണ് എനിക്കും ഇഷ്ടം. അങ്ങനെ തന്നെയാണ് ഫ്യൂച്ചറിൽ വരണമെന്നുള്ളത് എൻ്റെ ആഗ്രഹം. ഞാൻ കുലസ്ത്രീയാണെന്ന് പറഞ്ഞാൽ തെറ്റുമില്ല. അപ്പോൾ ഇതേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നു, ആരും ഇതിനകത്ത് തർക്കബുദ്ധിയോട് കൂടി ഇന്ന ആയത്തിൽ ഇന്ന സൂറ ഇന്ന കുന്തം കൊണ്ട് വരരുത്. വന്നാൽ ഓരോന്നും എടുത്തു വെച്ച് ഞാൻ പറയും. ഇന്നെ കണ്ട് പറയരുത്, മിണ്ടാതിരിക്കുകയാണ്. പിന്നെ നിന്റെ കൂടും കുടുക്കയും ചരിത്രവും കൃത്യമായ പെണ്ണിൻ്റെ വായ്ത്താളം വരെ ഞാൻ വീഡിയോ പിടിച്ച് വെച്ചിരിക്കുകയാണ്. എടുത്ത് ഞാൻ അലക്കും. അത്രയേ ഉള്ളൂ. അടങ്ങിക്കൂടാ ഊത്ത തലയാ നാറി. അവൻ ഇസ്ലാമിനെ പഠിപ്പിക്കാൻ വന്നേക്കുന്നു.